ഇന്ത്യ രാജ്യത്തെ അപമാനിച്ചത് അമേരിക്കയും അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ്. ഡൊണാൾഡ് ട്രംപിനെ എന്തിനാണ് നരേന്ദ്രമോദി ഗുജറാത്തിൽ കൊണ്ടുവന്ന് നമസ്തേ ട്രംപ് എന്ന പരിപാടി നടത്തിയത്? ഒരു തവണ കൂടി ട്രംപ് സർക്കാർ അമേരിക്കയിൽ അധികാരത്തിൽ വരണം എന്തിനാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത്? ട്രംപിന് വേണ്ടി എന്താണ് അവിടെ മോദിക്ക് വേണ്ടി എന്താണ് ഹൗഡി മോഡി പരിപാടി അമേരിക്കയിൽ നടത്തിയത്? ഇന്ത്യ രാജ്യ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ വ്യക്തിപരമായി മൈ ഫ്രണ്ട് ട്രംപ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? 56 നെഞ്ചളവുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് ലോകം മുഴുവൻ ഞാൻ കീഴടക്കി കഴിഞ്ഞു, വിശ്വഗുരുവായി ലോകം മുഴുവനെ അംഗീകരിക്കുന്നു എന്നാണ്. ഈ നരേന്ദ്രമോദിയുടെ നെഞ്ചളവും നരേന്ദ്രമോദിയെക്കുറിച്ചും പേടിയുണ്ടെങ്കിൽ മോദി എന്നൊരു പ്രധാനമന്ത്രി ഉണ്ടെന്ന് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒരു ചെറിയ നിഴലെങ്കിലും ചിന്തയുണ്ടെങ്കിൽ ട്രംപ് ഇങ്ങനെ ചെയ്യുമോ? ട്രംപ് എന്ന് പറയുന്നയാൾ വംശവെറിയുടെ പ്രതീകമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം അവിടെ നെതന്യാഹുവിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് എന്താണോ അത് ഈ ലോകം മുഴുവൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പുതിയ ഹിറ്റ്ലറാണ്, പുതിയ മുസോളിനിയാണ്, പുതിയ ഫാസിസത്തിൻ്റെ അവതാരമാണ്. അതൊന്നും ലോകത്ത് വെച്ച് കുറിപ്പിക്കാനാവില്ല. ട്രംപിസത്തെ ലോകത്ത് വെച്ച് കുറിപ്പിക്കാനാവില്ല. ഇപ്പോൾ ട്രംപ് കൊണ്ടുവന്ന ഈ വിമാനത്തിൽ അദ്ദേഹം ഇന്ത്യക്കാരെ കൊണ്ടുവന്ന് അപമാനിച്ച് ചങ്ങലക്കിട്ട് കെട്ടിവലിച്ച് കൊണ്ടുവന്ന ആ ട്രംപ് ഒന്ന് ആലോചിക്കണം. ഇതേപോലെ തന്നെയാണ് ആഫ്രിക്കയിൽ നിന്നും അടിമയെ പിടികൂടി വിമാനത്തിലല്ല, അന്ന് പത്തേമാരിയിലാണ് ചങ്ങലക്കിട്ടാണ് അമേരിക്കയിലേക്ക് കൊണ്ടുപോയത്. അമേരിക്കയിലെ മനുഷ്യന്മാരെല്ലാം പുറത്തുനിന്ന് ചെന്നവരാണ്, അവരെ ചങ്ങലക്കിട്ട് കൊണ്ടുപോയതാണ്. എന്തിനാണെന്നറിയാമോ? അമേരിക്കയുടെ മൂലധന ശക്തികൾക്ക് അല്ല അവിടുത്തെ മുതലാളിമാർക്ക് അമേരിക്കയിലെ തോട്ടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അടിമകൾ വേണം. അതുകൊണ്ടോ അന്ന് അമേരിക്കയിലേക്ക് ആഫ്രിക്കയിൽ നിന്നും ബലം പ്രയോഗിച്ച് മനുഷ്യനെ പിടിച്ചു വലിച്ച് ചങ്ങലക്കിട്ട് പത്തേമാരി കയറ്റി കൊണ്ടുപോയി. എന്നിട്ട് സമ്പത്തിൻ്റെ ഒരു അമേരിക്ക ഉണ്ടായപ്പോൾ അതേ മനുഷ്യനെ ചങ്ങലക്കിട്ട് തിരിച്ചോടിക്കുന്നു. എന്നിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിമ അവിടെ ഉണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്ക എന്താ പറഞ്ഞത് നമ്മളോട്? സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞപ്പോൾ ലോകം ഒരു ഗ്രാമമായി. ലോകം ഒരു ഗ്രാമമായി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തെ മുഴുവൻ മനുഷ്യനും ലോകത്തെവിടെയും ചെല്ലാം. എന്തിനാ ഈ മനുഷ്യൻ ലോകത്തെവിടെയും പോകുന്നത്? എന്തിനാ അമേരിക്കയിലേക്ക് പോകുന്നത്? എന്തിനാ ബംഗാളിൽ നിന്ന് അല്ലെങ്കിൽ ഒറീസയിൽ നിന്ന് മറ്റാളുകൾ കേരളത്തിലേക്ക് ജോലിക്ക് വരുന്നത്? എന്തിനാണ് മലയാളി മറ്റു ലോകങ്ങളിലേക്ക് പോകുന്നത്? ജോലിയെടുക്കാനാണ്, തൊഴിലാളിയാണ്. അമേരിക്കൻ മലയാളി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ തൊഴിലാളിയാണ്. അമേരിക്കയിൽ പോകുന്ന ഗുജറാത്തുകാരൻ അമേരിക്കൻ തൊഴിലാളിയാണ്. അമേരിക്കയിൽ പോകുന്ന ഗുജറാത്തുകാരനായ തൊഴിലാളിയാണ്. ആ തൊഴിലാളിയോട് വല്ല സ്നേഹവും ഈ BJPക്കുണ്ടോ? BJPക്ക് ഒരു അല്പ സ്നേഹമുണ്ടെങ്കിൽ പണിയെടുക്കാൻ പോയ മനുഷ്യനല്ലേ? അവിടെ ജോലി തേടിപ്പോയ മനുഷ്യനല്ലേ?